നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ എന്തിനുള്ള പുറപ്പാടാടി? പെറ്റമ്മയും ചെരുപ്പ് ചാച്ചനെ കൂടെ പുറപ്പെടുകളൊക്കെ പറഞ്ഞേ അവള് ചാകാൻ ചാവട്ട. ഇങ്ങനത്തെ ഞാൻ പെറ്റിട്ടില്ലെന്ന് വിചാരിച്ചോളാം. നിന്നെ വയറ്റി ചുമന്നത് മുതൽ ഇതുവരെ ഞാൻ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടോടി? എന്റെ കാര്യം പോട്ടെ. മനുഷ്യൻ എപ്പോഴെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? ഒട്ടോടി കാളവണ്ടി വലിക്കുന്നത് പോലെ ഈ കുടുംബത്തിന് വേണ്ടി ജീവിച്ച ഈ ചേട്ടനെ നീ ഓർത്തോ? അനീതി വിഷമിപ്പിക്കരുത് പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയ നിന്റെ ചേച്ചിയെങ്കിലും നിനക്ക് ഓർത്തുകൂടായിരുന്നോ? ഇല്ല, ഞങ്ങളാരും നിന്റെ ഓർമ്മയിലില്ല. നിനക്ക് വലുത് നിന്റെ പ്രേമമാ. ആരാണ് നിന്റെ സ്വസ്ഥത കളഞ്ഞത്? എല്ലാം നീ സ്വന്തമായിട്ട് വരുത്തി വെച്ചതല്ലേ? അല്ലേ? എന്റെ മോളെ വീരുവാണെന്ന് ഈ അമ്മ ഇപ്പോഴാ മനസ്സിലാക്കിയത്. ഏതോടത്തിന് വേണ്ടി ജീവൻ കളയാൻ നടക്കുന്ന വീരും. എന്തിനാ അവളോട് കൂടുതൽ സംസാരിക്കുന്നത്? നമ്മളൊന്നും ഇവൾക്ക് ആരുമല്ല. ആയിരുന്നെങ്കിലേ ഇവിടെ ഇങ്ങനെ കാണിക്കോ? നിനക്കൊക്കെ വേണ്ടി എന്റെ കുടുംബം വരെ തുറച്ചിട്ടാ ഞാൻ ഇവിടെ നിൽക്കുന്നത്. നീ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾക്കൊക്കെ കുറച്ച് വിഷം കൂടി വാങ്ങിച്ചു തരാൻ മേലായിരുന്നു. വേണ്ട, നീ ഇങ്ങോട്ട് മാറ്. ഇവളോട് കൂടുതൽ സംസാരിക്കാതിരിക്കുന്നതാ നല്ലത്. എന്റെ മോളെ മരിക്കാൻ തീരുമാനിച്ചല്ലേ? പോയി മരിക്കടി. എന്നിട്ട് പെങ്ങളുടെ സന്തോഷം മാത്രം കണ്ട് ജീവിക്കുന്ന ഈ ആങ്ങളെ കൊണ്ട് പെരികർമ്മം കൂടി നടത്തണി. അങ്ങനെയൊക്കെ നടക്കട്ടെ. ജീവിതത്തിലേക്ക് നിനക്ക് കിട്ടാതെ സ്വസ്ഥത മരിക്കുമ്പോഴെങ്കിലും കിട്ടട്ടെടി. പോയി മരിക്കേ. ഇവളിനി മരിക്കാൻ തീരുമാനിച്ച നിങ്ങൾ ആരും ഇവളെ തടയരുത്. മരിച്ചു കഴിഞ്ഞിട്ട് എല്ലാരും അറിഞ്ഞാ മതി. എന്താ ഈ അവസ്ഥയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ ഏട്ടന് ഭ്രാന്ത് പിടിക്കാൻ അധികം സമയം വേണ്ടി വരില്ല. എന്റെ കാലിൽ ചങ്ങലയിടുന്നത് നീ കാരണം ആവരുത്. എന്റെ മക്കൾ എന്ത് ചെയ്താലും അതിനെ ന്യായീകരിക്കുന്ന അച്ഛനല്ല. പക്ഷെ ഈ കാര്യത്തിൽ ഞാൻ കൂടെ നിൽക്കില്ല. മക്കൾ മരിക്കുമ്പോ ജീവിച്ചിരിക്കുന്ന അച്ഛനും അമ്മയാ ഏറ്റവും പാവികളായ മാതാപിതാക്കൾ എന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. ഇങ്ങനെ ശിക്ഷിക്കാൻ മാത്രം ഞങ്ങൾ എന്ത് തെറ്റാ നിന്നോട് ചെയ്ത മോളെ? നീ ഇട്ടിരിക്കുന്ന കുരുക്ക് എന്റെ മോളെ കുറിച്ച് എനിക്കുള്ള പ്രതീക്ഷകളെ കൊല്ലുന്നതാ.
ആദ്യം സോർട്ട് ചെയ്യാനല്ലേ ഞാൻ പറഞ്ഞിരുന്നേ. എന്നിട്ട് താനത് ചെയ്തോ? ഇല്ലല്ലോ. ബാക്കി ഞാൻ നാളെ അവിടെ വന്നിട്ട് നോക്കിക്കോളാം. ആ പറ സന്ദീപ്. പോയോ? ചേച്ചി ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ ചോദിച്ചത്? നീ പറ, ഞാനൊന്ന് കേക്കട്ടെ. നിനക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ളത് ആരെയാ? ആദ്യം സന്ദീപിനെ, പിന്നെ ചേച്ചി. ഞാൻ പിന്നെ നിന്റെ സ്വന്തം ആണല്ലോ. അതെ, എനിക്ക് പേടി മുഴുവനും സന്ദീപിന്റെ കാര്യത്തിലാ. ആ ആതിരെന്ന് പറയുന്നവള് അവനെ തട്ടിയെടുക്കുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. എന്നാ ആ പേടിനി വേണ്ട. സന്ദീപ് നിനക്ക് തന്നെ ഉള്ളതാ. ഇത് ഞാൻ കുറെ കാലമായി കേൾക്കുന്നതാ. എനിക്കിപ്പോ അതിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല. നിന്നോട് ഞാൻ മുൻപ് പറഞ്ഞിട്ടില്ലേ, നീ സ്നേഹിക്കുന്ന ആളെ നിന്റെ ഈ കൈവെള്ളയിൽ ഈ ചേച്ചി വെച്ചു തരുന്ന. നിന്റെയും സന്ദീപിന്റെയും വിവാഹത്തിന് അച്ഛൻ സമ്മതിച്ചു. എന്റെ ഒരു അഭിപ്രായം മാത്രമാണ്, തീരുമാനമല്ല. സന്ദീപിനെ കൊണ്ട് അനഘയെ വിവാഹം കഴിപ്പിക്കുന്നതിനെ കുറിച്ച് എന്താ മോളുടെ അഭിപ്രായം? വിവാഹത്തിന് ഇനി മുഹൂർത്തം മാത്രം തീരുമാനിച്ചാൽ മതി. എന്ന് എപ്പം നടത്തണമെന്ന് നീ തന്നെ പറഞ്ഞു. അയ്യോ, സന്തോഷായോ എന്റെ മോക്ക്? സന്തോഷല്ല ചേച്ചി, അത്ഭുതം. ഇതെങ്ങനെ ഇത്ര പെട്ടെന്ന്? അതൊക്കെ പറഞ്ഞു തുടങ്ങിയ ഒരുപാടുണ്ട്. അതൊക്കെ പിന്നീട് പറയാം. എങ്കിലും ചേച്ചി ഞാൻ സമ്മതിച്ചു വന്നിരിക്കുന്നു. ആലോചിക്കുമ്പോ തന്നെ എന്താ ഒരു ഇതിന് സ്വപ്നം വല്ലതുമാണോ? ഏയ്, ഇത് സ്വപ്നമൊന്നുമല്ല. പക്ഷേ ഇനി അങ്ങോട്ട് നീ സ്വപ്നം കാണണം. ഇനി വേറെ എന്ത് സ്വപ്ന ചേച്ചി? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.